ഞാൻ ഒരു അടിപൊളി സിനിമയാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയും അടിപൊളി ഒരു സിനിമ. ഇത് കുറച്ചു കാലം മുമ്പ് വന്ന പടമാണ്. ഈ സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ, നല്ല ബുദ്ധിയുള്ള, നല്ല സംസാരിക്കുന്ന ഒരു തത്തയുണ്ട്. ആ തത്ത ചെറുതായിരിക്കുന്ന കാലത്തെ ആ തത്തയുടെ ഒരു കുട്ടി സുഹൃത്തിനെ തിരഞ്ഞു പോകുന്ന കഥയാണിത്. ആ തത്തയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അവസാനം ആ തത്തയ്ക്ക് ആ കുട്ടി സുഹൃത്തിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വലിയ ഗവേഷണ ലാബാണ്. അവിടേക്കൊരുത്തൻ പുതിയതായി ജോലിക്ക് വരുന്നതാണ്. അവനാണ് ഈ പടത്തിലെ ഹീറോ. ഹീറോയുടെ പേര് മിഷ. മിഷയുടെ നാട് റഷ്യയാണ്. ജോലിക്കായിട്ടാണ് അവനിപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി അവിടെ ജോലി ചെയ്യുന്ന ആളാണ് അവന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആ സ്ഥലമെല്ലാം ചുറ്റിക്കാണിച്ച് കൊടുക്കുന്നുമുണ്ട്. എല്ലാം ഓരോന്നോരോന്നായി പറഞ്ഞും കാണിച്ചും അയാൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഒന്നിലും തൊടാനോ പിടിക്കാനോ തുറന്നു നോക്കാനോ പോകരുത്. ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക, ആ ജോലി മാത്രം ചെയ്താൽ മതി, അയാൾ അവനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ നായകൻ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു കൂട്ടിൽ ഒരു കിളിയെ അടച്ചു വെച്ചിട്ടുണ്ട്. നായകൻ വളരെ അതിശയത്തിൽ, ഇത് കൊള്ളാലോ, ഇതെന്ത് കിളിയാ എന്ന് ചോദിച്ച് ആ കൂടിൻ്റെ അടുത്തേക്ക് നടന്നു. ഏയ്, അതിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട, അത് ഭയങ്കര വൃത്തികെട്ട കിളിയാ, അത് നിന്നെ കടിക്കും, മറ്റേയാൾ നായകനോട് പറഞ്ഞു. അത് കേട്ടതും നായകൻ അതിനെ നല്ലോണം നോക്കുമ്പോഴാണ് കണ്ടത് ആ തത്ത വളരെ തളർന്നാണ് ഇരിക്കുന്നത്. കഴിക്കാൻ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫുഡൊന്നും ഈ തത്ത കഴിച്ചിട്ടില്ല. നായകൻ മറ്റേയാളോട് പറയും, ഇത് വളരെ പാവാണല്ലോ, ഇതിനെ എന്തിനാ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? നീ നിൻ്റെ ജോലി നോക്ക്, അത് ഭയങ്കര സാധന, അതൊന്നും നിനക്കറിയില്ല. ഇങ്ങനെ പല കൂട്ടിലും പലതും ഉണ്ടാകും, അതൊന്നും നീ നോക്കണ്ട, നീ നിൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി എന്നയാൾ നായകനോട് പറഞ്ഞു. എന്നിട്ടയാൾ നായകനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ പാവം തോന്നിയ ആ തത്തയെ അവൻ തിരിഞ്ഞു നോക്കും. അങ്ങനെ അവൻ അവിടെയുള്ള ജോലികളെല്ലാം ചെയ്തു നടന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഈ നായകൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്തോ സൗണ്ട് കേട്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആ സൗണ്ട് കേട്ടപ്പോൾ നായകനൊന്ന് പേടിച്ചു. അങ്ങോട്ട് പോയി നോക്കാതെ നായകൻ വേറെയുള്ള സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ബുക്കുകളുള്ള ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്യുമ്പോഴാണ് നായകൻ്റെ കണ്ണിൽ ഒരു ബുക്ക് പെടുന്നത്. നായകൻ അതെടുത്തു നോക്കും. കിളികളെ പറ്റിയുള്ള ഒരു ബുക്കായിരിക്കും അത്. അപ്പോഴാണ് വീണ്ടും അവിടുന്ന് ആ സൗണ്ട് കേൾക്കുന്നത്. എന്താ ഇത്, ഇടക്കിടക്കുണ്ടല്ലോ ഈ സൗണ്ട് എന്നും വിചാരിച്ച് നായകൻ അവിടെയുള്ള ഒരു വലിയ വടിയുമെടുത്ത് ഒന്ന് പോയി നോക്കും. അപ്പോഴാണ് നായകൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. നേരത്തെ കണ്ട ആ തത്ത ഇരുന്ന് പാട്ട് പഠിക്കുന്നു. എന്താ ഇത്, ഈ തത്ത എന്താ ഇങ്ങനെ എന്ന് കരുതി നെട്ടിത്തിരിഞ്ഞ നായകൻ്റെ കയ്യിലുള്ള ആ വടി തട്ടി അവിടെയുള്ള പല സാധനങ്ങളും നിലത്തേക്ക് വീണു. പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ആ തത്ത ദേഷ്യത്തിൽ പറഞ്ഞു, ആരാടാ നീ, പാട്ട് പഠിക്കുമ്പോൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ എന്നും പറഞ്ഞ് ആ തത്ത ഒച്ച വെച്ചു. അത് കേട്ടതും എന്താ ഇത്, ഈ തത്ത എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും കരുതി അവൻ പേടിച്ചോടും. ഓടി നേരത്തെ കണ്ട മറ്റാളുടെ അടുത്ത് ചെന്ന് നടന്നതൊക്കെ അയാളോട് പറയും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിനെയൊന്നും പോയി ഡിസ്റ്റർബ് ചെയ്യാതെ നിന്റെ ജോലി നോക്കാൻ. അപ്പോൾ നിന്റെ ജോലി മാത്രം നീ നോക്കിയാൽ മതി. അത് ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ ഡാൻസ് കളിക്കും, ചിലപ്പോൾ സംസാരിക്കും, അതൊന്നും നീ നോക്കണ്ട, നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടു. ഓക്കെ എന്നും പറഞ്ഞ് നായകൻ അവിടുന്ന് പോന്നു. അങ്ങനെ നായകൻ വന്ന് ആ ബുക്കെല്ലാം മറിച്ചു നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ആ ബുക്കിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം കിട്ടും. നായകൻ അത് വായിച്ചു നോക്കുമ്പോൾ ഏതോ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്. അതെല്ലാം നോക്കി ആ പേപ്പർ എടുത്ത് വെച്ച് അയാൾ ആ കിളിയുടെ ഫോട്ടോ എല്ലാം നോക്കി. പിന്നെ ആ കിളി എന്തെല്ലാം കഴിക്കുമെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്, അതും നോക്കി. എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ്, നട്ട്സ്, മാംഗോ എന്നൊക്കെ അതിൽ എഴുതിയേക്കുന്നത് കണ്ടു.
ആ 3 ഐറ്റം ആ ബുക്കിൽ നിന്നും കിട്ടിയ അഡ്രസ്സ് എഴുതിയ പേപ്പറിൻ്റെ ബാക്കിൽ എഴുതി വെച്ച് ആ പേപ്പർ നായകൻ എടുത്ത് പോക്കറ്റിൽ വെച്ചു. അങ്ങനെ നായകൻ മാർക്കറ്റിൽ പോയി ആ തത്തയ്ക്ക് കഴിക്കാനെല്ലാം മേടിച്ചു വരും. എന്നിട്ട് ആ തത്തയ്ക്ക് കുറച്ച് കൊടുക്കാമെന്നും വെച്ച് അയാൾ ആ തത്തയുടെ അടുത്ത് വന്നിരിക്കും. പെട്ടെന്ന് കൊടുക്കണ്ട, കുറച്ച് കൊതിപ്പിക്കാം, എന്നാലേ ഒരടുപ്പം ഉണ്ടാകൂ എന്നും കരുതി ഒരു മാംഗോ എടുത്ത് നായകൻ പറഞ്ഞു. വാവ്, എന്താ മണം, നല്ല രുചിയായിരിക്കും. നിനക്കിത് വേണോ? വേണമെങ്കിൽ മാംഗോ എന്ന് പറ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ പാവത്താനായിരുന്ന തത്ത ഇതുവരെയുള്ള ഫുഡൊന്നും ഇഷ്ടപ്പെടാതെ കഴിക്കാതിരുന്നത് കൊണ്ട് മാംഗോ കണ്ടപ്പോൾ കഴിക്കാൻ കൊതി തോന്നി. എന്തായാലും മാംഗോ എന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി തത്ത പറയാൻ തുടങ്ങി, മാംഗോ മാംഗോ എന്ന്. അപ്പോഴും നായകൻ കൊടുക്കാതെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. ദേഷ്യപ്പെട്ട തത്ത പറഞ്ഞു, എന്താടാ, താൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടും നീങ്ങനെ കൊതിപ്പിച്ച് നിൽക്കാതെ ആ മാംഗോ ഇങ്ങ് താടാ. അത് കേട്ട് നായകൻ പേടിച്ച് വേഗം ആ മാംഗോ കൊടുക്കും. ആ മാംഗോ വാങ്ങിയതും നല്ലതുപോലെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ആ തത്ത കഴിക്കാൻ തുടങ്ങി. നായകൻ അപ്പോൾ ചോദിച്ചു, നീ സംസാരിക്കുമോ എന്ന്. അതല്ലേടാ, നേരത്തെ മാംഗോ മാംഗോ എന്ന് പറഞ്ഞത്, അത് നീ കേട്ടില്ലേ? എന്നിട്ട് വീണ്ടും വന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാതെ ഒന്ന് പോടാ, ഇത് ഞാനൊന്ന് കഴിക്കട്ടെ, ദേഷ്യത്തോടെ തത്ത പറഞ്ഞു. എന്താ ഈ കിളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഭയങ്കര അതിശയം തന്നെയാണല്ലോ എന്നും കരുതി നേരെ ഓടിച്ചെന്ന് അവിടെയുള്ള ഒരു ഡോക്ടറോട് നായകൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർ നായകനോട് പറഞ്ഞു, നീ എന്തൊക്കെയാ പറയുന്നേ? അതിനെക്കൊണ്ട് ഒരു ഉപകാരവുമില്ല, അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അല്ല ഡോക്ടർ, അത് സംസാരിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഡാൻസും കളിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. നിങ്ങളൊന്ന് വരൂ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ ഡോക്ടറെ കൂട്ടി നായകൻ തത്തയുടെ അടുത്തേക്ക് പോയി. മാംഗോ കാണിച്ച് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷേ ആ തത്ത കീ കീ എന്ന് പറഞ്ഞ് സാധാരണ ഒരു കിളിയെ പോലെ ചെയ്യുകയല്ലാതെ സംസാരിക്കുകയും ചെയ്തില്ല, പാടുകയും ചെയ്തില്ല. അത് കണ്ട് ഡോക്ടർക്ക് ദേഷ്യം പിടിച്ചു. ഡോക്ടർ പറഞ്ഞു, നിന്റെ ജോലി എന്താ, അതുമാത്രം നീ ചെയ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നീ നോക്കാൻ പോകണ്ട എന്ന്. അത് കേട്ട് നമ്മുടെ നായകൻ ആകെ വിഷമിച്ച് അവിടെ വന്നിരുന്നു. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, ഞാനൊരു വട്ടനാണെന്ന എല്ലാവരും പറയുന്നേ. ഇങ്ങനെയെല്ലാം നമ്മുടെ നായകൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട കിളി നായകനെ നോക്കുന്നു. നായകൻ എഴുന്നേറ്റ് കിളിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, നീ നല്ലോണം സംസാരിക്കുമല്ലോ, പിന്നെ എന്താ നീ അവരുടെ മുമ്പിൽ സംസാരിക്കാത്തത് എന്ന് ചോദിക്കും. എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ സംസാരിക്കാത്തതാണോ? ഞാൻ സംസാരിച്ച് പല പ്രശ്നത്തിൽ പോയി പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാത്തത്. ഇവിടെ നീ ഒറ്റയ്ക്കല്ലേ, നിനക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത്, അതല്ലാതെ ഞാൻ ആരോടും സംസാരിക്കാറില്ല, തത്ത നായകനോട് പറഞ്ഞു. ഓ അതാണോ? ഞാനാണെങ്കിൽ എൻ്റെ നാടും വീടും എല്ലാം വിട്ട് ഇവിടേക്ക് വന്നതാ. നീ സംസാരിക്കുന്നതും പാട്ടുപാടുന്നതൊക്കെ കണ്ട് ഞാൻ ശരിക്കും നെട്ടിപ്പോയി. അതും പറഞ്ഞ് നമ്മുടെ നായകൻ അവിടെ ഇരുന്നു. എന്നിട്ട് നായകൻ്റെ പഴയ കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇത് കേട്ട് തത്തയും അവനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചാണ് ഞാൻ പല പ്രശ്നത്തിലും പോയി പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത്. പല സ്ഥലങ്ങളിലായി ഞാനൊരു പെൺകുട്ടിയെ തിരഞ്ഞ് നടക്കുക. അവളുടെ പേര് മേരി. അവളെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് പെടുന്നത്, തത്ത പറഞ്ഞു. ഇത് കേട്ട നായകൻ ചോദിക്കും, എന്താ പ്രശ്നം, എന്നോട് പറയൂ എന്നും. അതൊക്കെ വലിയ കഥയാണ് എന്ന് കിളി പറയും. അത് കുഴപ്പമില്ല, നീ എന്നോട് പറ, എനിക്ക് ഇതുപോലെയുള്ള വലിയ കഥകൾ കേൾക്കാൻ ഇഷ്ടം, നീ പറയുമോ എന്ന് നായകൻ ചോദിക്കും. പറയാം, ഞാനെല്ലാം പറയാമെന്നും പറഞ്ഞ് ഒരു ശ്വാസമെല്ലാം എടുത്ത് കിളി പറഞ്ഞു തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേരി എന്ന ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അപ്പൂപ്പൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ കിളിയെ. ഈ കിളിയെന്ന് മുട്ടയിൽ നിന്നും വിരിഞ്ഞു വന്ന ഒരു ചെറിയ കിളിക്കുട്ടിയായിരുന്നു. അപ്പൂപ്പൻ എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണെന്ന് ആർക്കും അറിയില്ല. അവൾക്കപ്പോൾ 6 വയസ്സ് കാണും. അവൾ ആ കിളിയെ നല്ലതുപോലെ നോക്കിയിരുന്നു. അവൾ ആ കിളിക്ക്
പാലി എന്നൊരു പേരും വെച്ചിരുന്നു. എപ്പോൾ നോക്കിയാലും അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിന് ഫുഡ് കൊടുത്തിട്ടും അതിനെ കളിപ്പിച്ചിട്ടും അതിന് പാട്ടുപാടി കൊടുത്തിട്ടും എപ്പോൾ നോക്കിയാലും അതിൻ്റെ കൂടെ തന്നെ. ഒരു നിമിഷം പോലും ആ പെൺകുട്ടി ആ കിളിയെ പിരിഞ്ഞിരിക്കില്ല. അങ്ങനെ രണ്ടുപേർക്കും നല്ല അടുപ്പായിരുന്നു. പക്ഷെ ആ കിളി കുറച്ച് വലുതായിട്ടും പറക്കുന്നുണ്ടായിരുന്നില്ല. എന്താ ഇത് പറക്കാത്തത് എന്നെല്ലാവർക്കും തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരിയുടെ അച്ഛൻ വരുന്നത്. അച്ഛൻ വരുന്നതിന് പ്രമാണിച്ച് എല്ലാവരും ചേർന്ന് ഒരു വെൽക്കം പാർട്ടി വെച്ചു. മേരി വലുതായതിനു ശേഷം ഇപ്പോഴാണ് അവൾ അച്ഛനെ കാണുന്നത്. കുട്ടി വലുതായത് കണ്ട് അച്ഛന് ഭയങ്കര സന്തോഷം തോന്നി. മകളെ അച്ഛൻ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും തുടങ്ങി. ഈ സമയം പാലി അച്ഛൻ്റെ കാലിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. എന്താ ഇത്, നമ്മുടെ വീട്ടിൽ കിളികളെയൊക്കെ വളർത്തുന്നുണ്ടോ എന്നും പറഞ്ഞ് അച്ഛൻ ചിരിച്ചു. അത് കണ്ട് അവിടെ കൂടിയവരും ചിരിക്കാൻ തുടങ്ങി. മേരി വേഗം കിളിയെ പിടിച്ച് അച്ഛനോട് പറഞ്ഞു, ഇതെനിക്ക് അപ്പൂപ്പൻ തന്നതാ എന്ന് വിക്കിക്കൊണ്ട് പറയും. അത് കണ്ട് അച്ഛന് സങ്കടം തോന്നി. എൻ്റെ മകൾക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി. അങ്ങനെ മേരി ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ വന്ന് മേരിക്ക് ഉമ്മ കൊടുത്തു. അപ്പോൾ മേരി പറഞ്ഞു, അമ്മേ, പാലിക്ക് ഉമ്മ കൊടുക്ക്, അതൊരു പാവാണ് എന്ന് പറയും. അത് കേട്ട അമ്മ കിളിക്കും പോയി ഉമ്മ കൊടുത്തിട്ട് കുട്ടിയെ ഉറക്കാൻ വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കും. ആ പാട്ടായിരിക്കും ചിലപ്പോൾ അന്ന് കിളി പാടിയത്. കുട്ടിയെ ഉറക്കിക്കിടത്തി പുറത്തുപോയ അമ്മയോട് ഭർത്താവ് നന്നായി ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇത് കേട്ട ഉറങ്ങാതെ കിടന്ന കുട്ടി എന്തിനാണ് അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നെന്ന് വിചാരിച്ച് ഒന്ന് കാതോർത്തു. എന്താ നമ്മുടെ മോൾ ഇങ്ങനെ വിക്കി സംസാരിക്കുന്നത്? നീ അവളെ സംസാരിക്കാൻ പഠിപ്പിച്ചില്ലേ? ഡോക്ടർമാരെ ഒന്നും കാണിക്കാറില്ലേ എന്നും പറഞ്ഞായിരുന്നു അവരുടെ വഴക്ക്. കുട്ടിക്കിത് കേട്ടപ്പോൾ നല്ല സങ്കടമായി. അവൾ ഉറങ്ങാതെ എഴുന്നേറ്റ് കിളിയുടെ അടുത്ത് വന്ന് തലയിൽ ഒരു തൊപ്പി വെച്ച് കൊടുത്ത് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കെല്ലാവരും പോലെ സംസാരിക്കണം. നീ എന്നെ സംസാരിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. കിളിയാണെങ്കിൽ ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന് കരുതി അവളെ നോക്കിക്കൊണ്ടിരിക്കും.